കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാലും അനൗപചാരികമായിട്ടൊക്കെ ഭാഗികമായി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. MLA-മാരെല്ലാം തന്നെ കൂടുതൽ സിറ്റിംഗ് MLA-മാരും LDF-ൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അവർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമാണ്. പക്ഷേ ഇതിനകത്തിപ്പോൾ 2 തവണ പുറത്ത് നിന്നവരാണ് UDF. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം 3-ാം വട്ടം വരിക എന്നുള്ളതുമാണ്. BJP കേരളത്തിൽ ഒരു 5 സീറ്റായിട്ട് നിയമസഭയിൽ ഉണ്ടാകണമെന്നും കണക്കുകൂട്ടൽ നടത്തുന്നു. എങ്ങനെ പോകും കാര്യങ്ങൾ? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 2 ടേമായി ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന പാർട്ടിയാണ്, മുന്നണിയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ MLA-മാരെ ഭൂരിഭാഗം MLA-മാരെയും വീണ്ടും മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഞങ്ങളുടെ MLA-മാരെ ഒരാളെ മാറ്റി നിർത്തണമെങ്കിൽ അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നണം. അത് തോന്നാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. അവർക്ക് അവിടെ നെഗറ്റീവ് വോട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പുതിയ ആളിനെ പരീക്ഷിക്കാം. അപ്പോൾ അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ഞാൻ ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണ് ഞങ്ങളെ മാറ്റി നിർത്തേണ്ടത്? 2 ടേമായി ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഒരു ദിവസം പോലും സ്കൂളുകളിൽ പുസ്തകം താമസിച്ച് ഇറക്കിയിട്ടില്ല. അടുത്ത അധ്യയന വർഷത്തെ പുസ്തകം ഇപ്പോൾ നേരത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. പണ്ട് UDF-ൻ്റെ ഭരണകാലഘട്ടത്തിലൊക്കെ പുസ്തകം കിട്ടാതെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്ത ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. അതൊന്നുമില്ല. അടുത്ത വർഷം അതിനെ തന്നെ ഇവർ ചോദിച്ചു, എന്താണ് ജയിച്ചു എന്നറിയാതെ നിങ്ങൾ എങ്ങനെ പുസ്തകം കൊടുക്കുന്നത്? നമുക്കറിയാം ഇപ്പോഴത്തെ ജയമൊക്കെ ഇപ്പോൾ എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും 99%, 100%. അപ്പം പുസ്തകം കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ നമുക്കറിയാം പഴയ ചോർന്നൊലിച്ച് കിടന്ന സ്ഥാപനങ്ങളൊക്കെയും ഹൈടെക് മാതൃകയിലായി. ലിഫ്റ്റാകുന്നു, AC ആകുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖല. അതിനനുസരിച്ച് കരിക്കുലം നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുത്തി അധ്യാപകർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്ത്, ട്രെയിനിങ് കൊടുത്ത് അവരെ കുട്ടികളുമായി ചേർന്ന് നിന്ന് പഴയ ഗുരുകുല വ്യവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുട്ടികളുടെ വിജയത്തിലേക്ക് അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പോകുന്നു. മറ്റ് മേഖലകളെടുത്ത സാമ്പത്തിക മേഖലയിലാണ് നമുക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. അതിന് കാര്യമുണ്ട്. സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ മുടക്കിയിട്ടുള്ള തുക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,10,10,000 കോടി രൂപ കിഫ്ബി പദ്ധതി പ്രകാരം നമ്മൾ ഈ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, റോഡുകൾ, തോടുകൾ, പാലങ്ങൾ ഇവയൊക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി നമ്മൾ പൈസ മുടക്കി. ഒരിക്കൽ പോലും ട്രഷറികൾ അടഞ്ഞ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമ്പത്തിക മാധ്യമം ഉണ്ട് എന്ന് പറയുമ്പോഴും ട്രഷറികൾ അടച്ചിടുകയോ ബില്ലുകൾ പിടിച്ചു വയ്ക്കുകയോ ചെയ്തിട്ടില്ല. വൈദ്യുത മേഖല ഒരിക്കൽ പോലും ഈ 10 വർഷക്കാലത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നതിന് മുന്നേ രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ, പരീക്ഷാ കാലഘട്ടത്തിൽ പോലും കുട്ടികൾ പരീക്ഷ എഴുതാൻ പുസ്തകം എടുക്കുമ്പോൾ പവർ കട്ട് ഉണ്ടായിട്ടുള്ള കാലമുണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ 600 രൂപ 1000-ആയും 1400-ആയും 1600-ആയും ഇപ്പോൾ 2000-ആയിട്ടും കൊടുത്തു. ഈ മാസം വരെ കൊടുത്തു. അതാണ് അഡ്വാൻസായിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന മാസം വരെയുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തിൻ്റെ പേരിൽ UDF ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കും? അല്ലെങ്കിൽ BJP ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒരു സീറ്റിൽ വിജയിച്ചു. ആ വിജയം താമരയുടെ വിജയമോ BJP-യുടെ വിജയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായത്. അവിടെ തന്നെ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ 81,000 വോട്ടാണ് BJP പാളയത്തിലേക്ക് പോയത്. അപ്പോൾ അതൊരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയി എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് BJP-ക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ശ്വേതാമേനോൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പുറകെ നടക്കുകയാണ്. ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, ശ്വേതാമോഹൻ സ്ഥാനാർത്ഥിയായാൽ ചിഹ്നം എന്ത് കൊടുക്കുമെന്ന്. അപ്പോൾ അതിന് മറ്റൊരാൾ മറുപടി വന്നത്, പഴയ പരസ്യത്തിലുള്ള ഏതെങ്കിലും ഒരു ചിഹ്നം എടുത്ത് മത്സരിപ്പിച്ചാൽ പോരെ ജയിക്കുമെന്ന്. ആ സാഹചര്യത്തിലായി BJPക്ക് ഇവിടെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചില വോട്ടുകൾ ലഭ്യമായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു നിയമസഭയിലെത്താൻ പറ്റിയ പക്വതയോ അതിന് പാകമായിട്ടോ
BJP വളർന്നിട്ടില്ല. അവരുടെ കൂടെ നിന്ന് തന്നെ ജാനു തന്നെ, നമ്മുടെ മുത്തങ്ങ സമര നേതാവ് ജാനു അവരോട് തന്നെ കഴിഞ്ഞ അവരിറങ്ങിപ്പോയി. PC തോമസ്, എനിക്ക് ഓർമ്മയുണ്ട്, PC തോമസ് കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്, ആദ്യ എം പി ആണ്, NDAയുടെ ആദ്യ MP ആണ്. അദ്ദേഹം പോയി. അപ്പം ഇവരെ സംബന്ധിച്ച് NDAക്ക് കേരളത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഉയർത്തിക്കാട്ടുന്നു. 2 ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റ് 2 പേര് വന്നു. ഇനി CPM-ൽ നിന്ന് മുൻ MLA-മാരവിടെ ചെന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ചെന്നു, സത്യമാണ്. ആരാണ്? ആശയപരമായിട്ടല്ല, ആമാശയപരമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് അവർ പോയത്. അത് മാത്രമല്ല, നടപടി നേരിട്ടവർ. നമുക്കറിയാം, പലരും പോയവരാരാ? പാർട്ടിയിൽ വിവിധ കാലങ്ങളിൽ വിവിധ കാരണങ്ങളാൽ നടപടി നേരിട്ടവരാണ് ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. അല്ലാതെ ആര് പോയി? ഇനി അങ്ങനെ ഒരാൾ, ഇപ്പം രാജേന്ദ്രൻ എന്ന് പറയുന്ന പഴയ MLA പോയി, CPM-ന് എന്ത് സംഭവിക്കും? MP രാഘവനും KR ഗൗരമ്മയും പോയപ്പോൾ ഉണ്ടാകാത്ത മൂല്യച്യുതിയൊന്നും ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അവരൊക്കെയായിരുന്നല്ലോ CPM-ൻ്റെ വലിയ നേതാക്കന്മാരായിട്ട് പോയത്. ഒരു രാജേന്ദ്രനെയൊക്കെ പാർട്ടി കൊണ്ടുവന്ന് പാർട്ടി മത്സരിപ്പിച്ച് പാർട്ടി MLA ആക്കുകയാണ്. പാർട്ടിയുടെ പേരില്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ പേരില്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ പാർട്ടി ഇല്ലെങ്കിൽ രാജേന്ദ്രനില്ല. അവരൊക്കെ പോയതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കാനില്ല. ഞാൻ നേരത്തെ വന്നല്ലോ. പക്ഷേ ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ചിലർ പ്രചരിപ്പിക്കുകയല്ല. ചിലരല്ല, ചില വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എപ്പോഴും മീഡിയയാണല്ലോ നമ്മൾ ഈ സമൂഹത്തിൽ 4ാം തൂണായി നിൽക്കുന്ന മീഡിയ. ആ മീഡിയയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ABC മലയാളത്തിൻ്റെ ഒരു വാർത്ത പോകുമ്പോൾ അതിൻ്റെ കാണുന്ന പ്രേക്ഷകർ, അല്ലെങ്കിൽ 10,000 നിങ്ങളുടെ പ്രേക്ഷകർ അത് ശരിയല്ലേ, അത് ശരിയാണ് എന്ന് ചിന്തിച്ചു പോകും. സത്യസന്ധമായ ഒരു വാർത്തയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അങ്ങനെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വാർത്തകളെ വളച്ചൊടിക്കുന്നുണ്ട്, വസ്തുതകളെ വളച്ചൊടിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ, എന്നാലും ഇപ്പം നമുക്കറിയാം, പഴയ കാലഘട്ടമൊന്നുമല്ല. ഒരു വിരൽത്തുമ്പിൽ എല്ലാവർക്കും വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണിപ്പോൾ. ആ നിലയിൽ ഒരു മനുഷ്യനെയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. പണ്ട് ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പേപ്പട്ടിയാക്കാം, എറിഞ്ഞു കൊല്ലാം. അത് നടക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ, ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ വെറുക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഒരു ബന്ധം ഒഴിയുന്നത് എപ്പോഴാണ്? അയാളുടെ പ്രവൃത്തി മോശമാകുമ്പോൾ, അയാളുമായി സഹകരിച്ചു പോകാൻ പറ്റാത്തപ്പോൾ, അന്നേരമാണ് നമ്മൾ ആ ബന്ധം അവസാനിപ്പിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധം ഒഴിവാക്കേണ്ട യാതൊരു സാഹചര്യവും ഈ പറയുന്ന 1 മണി വരെ ഇല്ല. ഇന്നേ ദിവസം ചില വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷേ താങ്കൾ തന്നെ ചോദിക്കും, ശബരിമല വിഷയം ഉണ്ടായില്ല എന്ന്. ശബരിമലയിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ചില വ്യക്തികളാണ്, ആ വ്യക്തികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, മുന്നണി പറഞ്ഞിട്ടുണ്ട്. അവരെ സഹായിക്കാനോ അവർക്ക് ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു കാര്യത്തിലും പാർട്ടി ഇടപെട്ടിട്ടുമില്ല. അപ്പോൾ ആ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പണ്ട് ശിവശങ്കറിൻ്റെ കേസിൽ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. പിണറായി വിജയൻ @3 ഞങ്ങൾ 3ാം തവണയും വരും. അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും, CPI ഉണ്ടാകും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകും. ഞങ്ങൾ ഭരിക്കുമെന്നേ, ഞങ്ങളേ ഭരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.